ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ വേദേനെ കാണാനായിട്ട് ഈശ ഡോക്ടർ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ വീട്ടിലേക്ക് വന്ന ശേഷം വിക്രത്തിനെ പരിശോധിക്കണം. അപ്പോൾ വേദ ഓരോന്നൊക്കെ പറഞ്ഞ് ഈശ ഡോക്ടറെയും കൂട്ടി റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. റൂമിലെത്തി വിക്രത്തിൻ്റെ മുറിവുകളെല്ലാം നോക്കി ഡ്രസ്സ് ചെയ്ത് പുതിയ മരുന്നൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഒന്നരാടം അത് ഡ്രസ്സ് ചെയ്യണം, എന്നാലാണ് അത് വേഗം ഉണങ്ങുള്ളൂ. അങ്ങനെ അവരിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് പുറത്ത് ഡോറ് മുട്ടുന്ന ഒച്ച കേൾക്കുകയാണ്. അപ്പോൾ വേദ പറഞ്ഞു, ചിലപ്പോൾ ദീപ്തി ആയിരിക്കും എന്ന് പറയാം കേട്ടോ. അപ്പോൾ ദീപ്തി അകത്തേക്ക് വരില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ദീപ്തിനെ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞയച്ചോളാം എന്ന് പറഞ്ഞ് റൂമിലേക്ക് ചെന്ന് റൂമിൻ്റെ വാതിൽ തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ ദീപ്തിയോട് ചോദിക്കും, എന്തേ നീ ഇവിടെ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ദീപ്തി പറയും, ഞാൻ ഡോക്ടർക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്നതാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ജ്യൂസ് കൊണ്ടുവന്നതാണെന്ന് വെച്ചാൽ ജ്യൂസ് കൊടുക്കാനായിട്ട് അകത്തേക്ക് കയറുമ്പോൾ ദീപ്തിയോട് വേദ പറയും, നീ അകത്തേക്ക് കയറണ്ട, ഞാൻ കൊടുത്തോളാം, നീ പോയിക്കോ എന്ന് പറയട്ടോ. അപ്പോൾ അതെന്താ ചേച്ചി എന്ന് പറയുമ്പോൾ, ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ദീപ്തിനെ പറഞ്ഞു വിട്ടിട്ട് വേദ വാതിലടച്ച് ജ്യൂസ് കൊണ്ട് ഇഷിതയ്ക്കും വിക്രത്തിനും കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, ഇതാണ് വേദ ഞാൻ പറഞ്ഞത്, വിക്രത്തിനെ ഇവിടെ നിർത്തിയാൽ നിനക്കത് റിസ്ക് ആയിരിക്കും. ഇങ്ങനെ പലരും പല പ്രാവശ്യങ്ങളായിട്ട് വരുമ്പോൾ നിനക്ക് എത്ര പ്രാവശ്യം അവരെ ഒഴിവാക്കാൻ പറ്റും, അതുകൊണ്ടാണ് പറയുന്നതെന്നൊക്കെ പറയുക കേട്ടോ. നീ ഇവിടെ വിക്രത്തിനെ നിർത്തുന്നത് നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ ഇഷിത വേദയോട് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയും, അതൊന്നും കുഴപ്പമില്ല, പുറത്തേക്കാളും സേഫ് വിക്രം ഇവിടെ നിൽക്കണതാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ താഴത്തേക്ക് ചെന്ന ദീപ്തി പറയുന്നുണ്ട് അമ്മോടും വർഷയോടും, ഞാൻ ചെന്നപ്പോൾ വേദ എന്നെ അകത്തേക്ക് കയറ്റിയില്ല, എന്നെ പറഞ്ഞു വിട്ടു, അവർക്ക് പേഴ്സണലായിട്ട് കുറേ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു ദീപ്തി വർഷയോടും അമ്മോടും പറയാം കേട്ടോ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, എന്താ അവർക്ക് ഇത്രയ്ക്കധികം പേഴ്സണലായിട്ട് സംസാരിക്കാൻ, അതൊന്നും അറിയണമല്ലോ, ഞാനിന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് വർഷ റൂമിൻ്റെ അവിടേക്ക് എത്തട്ടോ. അപ്പോൾ വന്ന് വാതിലുമ്പോൾ തട്ടുമ്പോൾ വേദ പറയും, അത് വീണ്ടും ദീപ്തി ആയിരിക്കും എന്ന് പറയട്ടെ. അപ്പോൾ വേദ പറയും, ദീപ്തിയാണെങ്കിൽ ഞാൻ പോയി പറഞ്ഞു വിടാമെന്ന് പറയും. അപ്പോൾ വാതിൽ തുറക്കുമ്പോൾ തന്നെ വർഷനെ കാണാം കേട്ടോ. അപ്പോൾ വർഷനെ കാണുമ്പോൾ ചോദിക്കും, എന്ത് വർഷയെടുത്ത് ഇവിടെ എന്ന് ചോദിക്കും കേട്ടോ. അല്ല, നിനക്ക് ഇത്ര പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് എന്താണ് ഇത്ര അധികം സംസാരിക്കാനുള്ളത്? നിൻ്റെ കൂട്ടുകാരി വന്നപ്പോൾ ഞങ്ങൾക്ക് അവളെ കാണുമൊന്നും വേണ്ടേ, അവളൊന്ന് പരിചയപ്പെടണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വർഷ റൂമിൻ്റെ അകത്തേക്ക് കയറാണ് കേട്ടോ. അപ്പോഴേക്കും വേദയ്ക്ക് ടെൻഷനാവും, വിക്രം അവിടെ ഇരിക്കണ്ടോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ പതുക്കെ വർഷ അകത്തേക്ക് കയറുമ്പോൾ വേദ ഇങ്ങനെ എത്തിച്ച് നോക്കുക. അപ്പോഴേക്കും വിക്രത്തിനെ അവിടെ കാണാനില്ല. അപ്പോൾ വേദയ്ക്ക് സമാധാനമാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ചുറ്റുംപുറം പരിധിയൊക്കെ നോക്കിയിട്ട് ഒരു സംശയ ദൃഷ്ടിയിലൊക്കെ ഓരോ ചോദ്യങ്ങളൊക്കെ വർഷ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് വർഷ റൂമിൽ നിന്ന് വെളിയിലിറങ്ങി പോവും. അത് കഴിഞ്ഞ് വാതിലടച്ച ശേഷം ഡോക്ടർ പറയേ, ഇതാണ് പറയണത്, നീ എനിക്ക് വിക്രത്തിനെ ഇവിടെ നിർത്തുന്നത് റിസ്ക്കാണ്, എല്ലാവരും വന്നിങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ നീ എന്ത് പറയും എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോൾ നമ്മുടെ വിക്രം പതുക്കെ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ പറയണ, വിക്രം മറ്റെവിടെ നിൽക്കുന്നേക്കാളും സേഫ് ഇവിടെ നിൽക്കുന്നതാണ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ വർഷയുടെയും വേദയുടെയും അടുത്തുനിന്ന് താഴത്തേക്ക് എത്തി. അപ്പോൾ സംശയം എപ്പോഴും വർഷയുടെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. റൂമിൽ എന്തോ ഒന്നുള്ളതുപോലെ വർഷയ്ക്ക് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേദയുടെയും വിക്രത്തിൻ്റെയും പ്രണയം എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.